വടകര നഗരസഭ പുതിയ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന വേളയിൽ അഭിമാനത്തോടു കൂടി തന്നെ ജനങ്ങളുടെ മുന്നിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെ കൃത്യമായി പ്രവർത്തിച്ചു മുന്നോട്ടു പോകാൻ കഴിയുന്നതായും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ നഗരസഭയ്ക്ക് നടത്താൻ സാധിച്ചതായും LDF 20-ാം വാർഡ് സ്ഥാനാർത്ഥി PK സതീശൻ മാസ്റ്റർ പറഞ്ഞു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ പൂർത്തിയാക്കിയ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് 2020-25 കൗൺസിലിൻ്റെ കാലാവധി പൂർത്തിയാവുന്നത്. പുതിയ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് അഭിമാനത്തോടു കൂടി തന്നെ ജനങ്ങളുടെ മുമ്പിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെ കൃത്യമായി പ്രവർത്തകർക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, പൊതുമേഖല, അങ്ങനെ സമസ്ത മേഖലയിലും സാംസ്കാരികം തുടങ്ങിയ എല്ലാ മേഖലകളിലും 6 പതിറ്റാണ്ട് കാലത്തെ വികസനത്തിൻ്റെ തുടർച്ച, അതിൻ്റെ വളർച്ച വളരെ നല്ല രീതിയിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. സാംസ്കാരിക രംഗത്തെ ഇടപെടൽ വടകരയ്ക്ക് ഒരു പുത്തൻ ഉണർവ് തന്നെ നൽകിയിട്ടുണ്ട്. സാംസ്കാരിക സംഘടനകളുടെ ഏകോപനം, കലാസാഹിത്യങ്ങളുടെ ക്യാമ്പ്, നാടക ക്യാമ്പുകൾ, കാബൂളിവാല നാടകം, ഇതെല്ലാം സാധാരണ നടന്നു വരുന്ന പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് ഒരു പുതിയ ദിശാബോധത്തോടു കൂടിയുള്ള മുന്നോട്ടം പോക്കാണ്. അപ്പോൾ അതുപോലെ തന്നെ വടകര പട്ടണത്തിൻ്റെ നടുവിൽ ഒരു സാംസ്കാരിക ചത്വരം സ്ഥാപിച്ചു. എല്ലാ ദിവസങ്ങളും സായാഹ്നങ്ങൾ വളരെ നല്ല രീതിയിൽ ആളുകൾക്ക് ചെലവഴിക്കാൻ കഴിയുന്ന രീതിയിൽ രൂപപ്പെട്ടു എന്നുള്ളത് അഭിമാനകരമായൊരു നേട്ടം തന്നെയാണ്. ഒപ്പം കാർഷിക മേഖലയിലെ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് വേണ്ടി കാർഷിക കർമ്മസേന, അതൊരു പുതിയ തുടക്കമാണ്. കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ മഴമറ സ്ഥാപിച്ച് നഗരസഭയ്ക്ക് ആവശ്യമായ തൈകൾ, വിത്തുകൾ എല്ലാം സ്വയം ഉൽപ്പാദിപ്പിച്ച് നടത്താൻ കഴിയുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വടകര ഇന്ത്യയിലെ തന്നെ പേരുകേട്ട ഒരു നഗരസഭയായി മാറിയത് ഏഷ്യയിൽ ആദ്യമായി തോട്ടിപ്പണി നിർത്തലാക്കിയ നഗരസഭ വടകര എന്നുള്ളതാണ്. ആ അഭിമാനകരമായ നേട്ടത്തിൻ്റെ മുകളിൽ കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു ഈ കാലയളവിൽ. ആ മാലിന്യമുക്ത നഗരസഭ പ്രഖ്യാപനത്തെ തുടർന്ന് നെറ്റ് സീറോ കാർബൺ ക്യാമ്പയിൻ ഏറ്റെടുത്ത കേരളത്തിലെ ആദ്യത്തെ നഗരസഭ എന്നുള്ള അഭിമാനകരമായ നേട്ടവും കൈവരിക്കാൻ കഴിഞ്ഞു. അങ്ങനെ എല്ലാ മേഖലയിലും, ഇപ്പോൾ കായിക മേഖലയിൽ വടകര നഗരസഭയുടെ ദിശ എന്ന് പറയുന്ന പ്രോജക്റ്റ് കേരളത്തിന് തന്നെ മാതൃകയായ പ്രൊജക്റ്റായിട്ട് കായിക മന്ത്രി വിഭാവനം ചെയ്ത് എല്ലാവരോടും നടപ്പിലാക്കണമെന്ന് അഭ്യർത്ഥിച്ച പ്രോജക്റ്റ്, വോളിബോൾ, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, അത്ലറ്റിക്സ്, ഈ മേഖലയിലെ തുടർ പരിശീലനം 3ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ ഏതൊരു മേഖല എടുത്തു കഴിഞ്ഞാലും അഭിമാനകരമായ നേട്ടം. വടകരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു, വളരെയധികം പ്രയാസങ്ങളുണ്ടാക്കിയ ഒരു കേന്ദ്രമായിരുന്നു പുതിയാപ്പ് ട്രെഞ്ചിങ് ഗ്രൗണ്ട്. ബയോ മൈനിങ്ങിലൂടെ പുതിയാപ്പ് ട്രെഞ്ചിങ് ഗ്രൗണ്ടിനെ വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആ മേഖലയിലും വലിയ ഒരു നേട്ടമായിട്ട് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ ഏതെങ്കിലും ഒരു മേഖല വിട്ടുപോകാതെ എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും സാധ്യമാക്കി അതിൻ്റെ തുടർച്ചയ്ക്ക് കഴിയാവുന്ന രീതിയിലുള്ള അടിത്തറ പാകിയാണ് ഈ കൗൺസിലിൻ്റെ കാലാവധി പൂർത്തിയാക്കുന്നത്. നല്ല രീതിയിൽ എല്ലാ കൗൺസിലർമാരുടെയും, നാട്ടുകാരുടെയും, സാംസ്കാരിക സംഘടനകളുടെയും, രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാം നല്ല പിന്തുണയോടുകൂടി നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു സാധ്യത തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിലും ഇതിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി ജനങ്ങൾ നഗരസഭയോടൊപ്പം ഉണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്.
കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.